ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗായ്സ്, ഇന്ന് സ്കൂളൊക്കെ തുറക്കല്ലേ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ നേരത്തെ തന്നെ എണീച്ചിട്ട് കുട്ടികൾക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് കുട്ടികൾ ചായയൊക്കെ കുടിക്കാൻ കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് വെച്ചാൽ ദോശയും പിന്നെ ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയിട്ടാണ് കുട്ടികൾ കഴിച്ചിട്ടാ. അപ്പോൾ ഇന്ന് രാവിലത്തേക്ക് കുട്ടികൾക്ക് ദോശയാണ് കേട്ടോ. ദോശയും ഹോർലിക്സ് ചായ കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആണെങ്കിൽ ഇന്നലത്തെ മീൻ കറി ഉണ്ട് കേട്ടോ. അപ്പോൾ മീൻ കറി അവർ കഴിച്ചിട്ടില്ല കേട്ടോ, സ്മെല്ലടിക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ദോശയും ചായയും മുക്കിയിട്ടാണ് കഴിച്ചിട്ടുള്ളത് കുട്ടികൾ. ഒന്ന് നേരത്തെ തന്നെ എണീച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സ്കൂൾ മദ്രസയില്ലാഞ്ഞപ്പോൾ നമ്മളിങ്ങനെ നേരം വൈകിട്ടാണ് കേട്ടോ എണീക്കൽ. പിന്നെ അങ്ങനെ പറ്റില്ലല്ലോ. ഇപ്പോൾ നേരത്തെ കാലത്ത് എണീച്ച് അവരെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ. പിന്നെ അപ്പോഴേ നേരത്തെ കാലത്തെ സ്കൂളിലൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മക്കൾ നേരത്തെ തന്നെ എണീച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് കേട്ടാ. കുളിയൊക്കെ കഴിഞ്ഞ് എന്താ അപ്പോൾ മോന് ചായ കുടിക്കാണ്. അപ്പോൾ ഇതാ ബാഗൊക്കെ എടുത്തിട്ട് കളിക്കാണ് ഇപ്പം തന്നെ പോവാനുള്ള. ഇത് നാജിയമോളെ ബാഗാണ് കേട്ടോ. അപ്പോൾ ബാഗും ഒന്നും കാണിച്ചു തരാൻ കഴിഞ്ഞില്ല. ഇത് നാദിർമോൻ്റെ ബാഗ്, ഇത് മുനവീറിൻ്റെ ബാഗ്. ആ ചായ ഇതാവില്ല മോനെ, താഴെ പോവും. ഇനിയിപ്പോൾ ഇവരെ സ്കൂളിലൊക്കെ ഒന്ന് പറഞ്ഞേക്കണോ. എനിക്കെന്താ പറയാനുള്ള, സ്കൂളിൽ പോവില്ലെന്ന് കള്ള മടിയാണ്. ഇവന് 2 ദിവസം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ തുടങ്ങും കരച്ചിൽ. ഇപ്പം ഇന്ന് നല്ല ത്രില്ലിൽ അങ്ങോട്ട് പോകട്ടാ. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോകണില്ല എന്ന് പറഞ്ഞ് കരച്ചിൽ തുടങ്ങും. കുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ട് ഇവിടെ കോലായിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? ഹാപ്പിയാണ് മൂന്നാളും? അപ്പോൾ ഇക്കാക്ക ഇവിടെ ഫോണിൽ കളിച്ച് കിടക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ ഇതാ രാജ്യമോളെ ബാഗ് കാണിച്ചു കൊടുക്ക്. ഇതാണ് മോളെ ബാഗ്. നാദർമോൻ്റെ ബാഗ് കാണിച്ചു കൊടുക്ക്. അതുകൊണ്ട് വിട്ടിക്ക് കാണുന്നില്ല ഇതിൽ. മുനവീറിൻ്റെ ബാഗ് കാണിച്ചു കൊടുക്ക്. നല്ല വലിപ്പമുണ്ടല്ലേ ബാഗ്. ഇത്രയും വേണം. ബുക്സൊക്കെ വെച്ചാൽ ഇങ്ങനെ ടൈറ്റായി നിൽക്കും. ഇപ്പം എങ്ങനെ മോൾ എത്രാം ക്ലാസ്സിലേക്ക്? ഇനി 7ാം ക്ലാസ്സിന്. ആദർ മോനോ ബാഗ് മാറ്റി 2ാം ക്ലാസ്സിൽ. മുനവീർ മോനോ 4ാം ക്ലാസ്സിൽ. എങ്ങനെ ഹാപ്പി അല്ലേ എന്നിട്ട് മൂന്നാൾ? ഒരാൾ പിന്നെ അവിടെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കിടക്കാണ് ഫോണിലൊക്കെ കളിച്ചിട്ടേ. അപ്പം നല്ലവണ്ണം പഠിക്കണം കേട്ടോ. നാദിർ മോനെ 1ാം ക്ലാസ്സിൽ പിന്നെ പോയ പോലെ ആവരുത് കേട്ടോ ഈ വർഷം. കഴിഞ്ഞ വർഷം പിന്നെ ഫുള്ള് മടിയാണ് ഗായ്സ്. എപ്പോൾ നോക്കിയാലും വയറുവേദന. ടൈമിലായാലും എനിക്ക് വയറുവേദന അല്ലേ. ഇനി അങ്ങനെ ചെയ്യരുതാ. ഇങ്ങോട്ട് നോക്ക്. ഇനി അങ്ങനെ ചെയ്യരുതാ. നല്ല കുട്ടിയായിട്ട് പോകണം കേട്ടോ. പിന്നെ മോള് പിന്നെ മുനവീർ മോനൊക്കെ നല്ല അടിപൊളി മക്ക. എൻ്റെ മോന് നല്ല അടിപൊളി മോനാണ്, നല്ല മോനാണ് അല്ലേ. ഇപ്പോഴെല്ലാവരും കുട്ടികളെ പറഞ്ഞേക്കാനുള്ള തിരക്കിലാവും. എന്നിട്ട് ഇന്ന് പിന്നെ എന്താ പറയുക, ഗ്രൂപ്പിൽ വിട്ടിട്ടുള്ള ഒരു പഴയ നോട്ട് ബുക്കും ബുക്ക് കൊണ്ടുവരാനുള്ള ബാഗ്. ഇന്ന് ഭക്ഷണം ഉണ്ട്. നേരത്തെ കാലത്ത് ചായ കുടിച്ചിട്ട് റെഡിയായി നിൽക്കാണ്ടെങ്കിൽ നേരത്തെ ബസ് സ്റ്റോപ്പിൽ പോയി നിൽക്കും. നമ്മളിവിടുന്ന് കുറച്ച് അങ്ങോട്ടുള്ളൂ കേട്ടോ, അങ്ങോട്ട് പോകാനായിട്ട്. മോൾക്കെപ്പോൾ ബസ് വരല്? 9:50 ഗ്രൂപ്പിൽ കിട്ടിയ ടീച്ചർ. ഇവർക്ക് 10 മണി. 10 മണിയാണ്. 9:30 10 മണി. 9:50 9:30 ഇപ്പം തന്നെ പോകണ്ട, ടൈം ആയിട്ടില്ല. ഒരു പഴയ നോട്ട് ബുക്കും ഒരു പേന, പിന്നെ വെള്ളയും ഒരു പ്ലേറ്റും
ഒരു ക്ലാസ്സും ഇത്ര മതി. ഉച്ചക്ക് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം വിടുള്ളൂ കേട്ടോ കുട്ടികളെ. ഇപ്പം 2 ദിവസം ഉച്ച വരെ ഉണ്ടാവുള്ളൂ അല്ലേ. മോള് നല്ല സന്തോഷത്തിലുണ്ട്. 2 മാസം അല്ലേ, ഫ്രണ്ട്സുകളൊന്നും കാണാതെ. എങ്ങനെ ഹാപ്പി അല്ലേ മോള്? 3 മാസം 2 മാസം എന്ത് 3 മാസം ആരോഗ 2 മാസം. പെരുന്നാൾക്ക് എടുത്ത ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത് കുട്ടികൾ. ഇരുന്ന് കുടിക്കി ബിസ്മില്ലേ. ചെറുതായിട്ട് രാവിലെ മഴ പെയ്തിട്ട് പോയില്ലേ. രാത്രി ഉണ്ടായിരുന്നില്ല മോളെ? രാത്രി ഉണ്ടായിരുന്നില്ല മഴ? രാത്രി നല്ല ശക്തമായ മഴയാണ് ഇതിന്. നല്ല കാറ്റ്. ഇന്നലെ രാത്രി നല്ല മഴ ഉണ്ടായിന്. നല്ല മഴ ഉണ്ടായിരുന്നില്ലേ മോനെ? നമ്മൾ മോട്ടറൊക്കെ ഇട്ട് നല്ല മഴ ഉണ്ടായിരുന്നു. നല്ല കാറ്റടിച്ചാണ്. ഇന്ന് ചെമ്മീനുണ്ട് കേട്ടാ. ഇന്ന് മാമന് ചെമ്മീൻ കൊടുത്തയച്ചു. അപ്പം ഞങ്ങളിന്ന് ചെമ്മീനും കൂട്ടി ചോറ് കഴിക്കും. നിങ്ങൾ സാമ്പാറും കൂട്ടി കഴിക്കും. നാളെ മുതൽ എന്തെങ്കിലും ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കി തരുന്നുണ്ട് കേട്ടാ. എൻ്റെ മോനിക്ക് സാമ്പാർ ഇഷ്ടമല്ല. മോനിക്കിഷ്ടമല്ല. ഇനിയിപ്പോൾ സ്കൂളിട്ട് വന്നപാട് വിശക്കണു എന്ന് പറഞ്ഞു വരും. വീട്ടിലുണ്ടാകുമ്പോൾ അങ്ങനെ ഭക്ഷണത്തിനോട് ആവശ്യം ഉണ്ടാവില്ല കേട്ടോ. കുറച്ച് കഴിക്കുള്ളൂ, എന്നാലും അത് ഒരു എന്താ പറയുക, ടേസ്റ്റ് കിട്ടണം അല്ലേ. സാമ്പാറെല്ലാം നല്ലതാണ് സാമ്പാറൊക്കെ. പിന്നെ സാമ്പാർ അങ്ങനെ പച്ചക്കറിയൊന്നും കഴിക്കാത്ത ആളാണ് ഇവർ. ഇവനിക്കിഷ്ടമല്ല പച്ചക്കറി. ഇവർ കുഴപ്പമില്ല. നമ്മൾ പിന്നെ പച്ചക്കറി മാത്രം. മീനൊന്നും അങ്ങനെ കഴിക്കാറൊന്നുമില്ല. പിന്നെ ചെമ്മീൻ, കൂന്തൾ, നെണ്ട് അതൊക്കെ കഴിക്കും. അതുകൊണ്ട് പിന്നെ സ്കൂളിൽ സാമ്പാർ ആയതുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇവര് പഠിക്കണ സ്കൂളിൽ അത് അങ്ങനെ പഠിച്ചു. അപ്പോൾ അവിടുന്ന് ഇതേപോലെ സാമ്പാർ ഞാൻ കഴിച്ചിട്ട് വീട്ടിൽ വന്നു. എനിക്ക് പച്ചക്കറി എന്ന് പറഞ്ഞാൽ മുനവീറിന് ഇഷ്ടമല്ല അല്ലേ. കഴിക്കണം, പച്ചക്കറി കഴിക്കണം. പച്ചക്കറി നല്ലതാണ്, കഴിക്കണം. എൻ്റെ കൊണ്ട് ഞാൻ കഴിപ്പിക്കും. ഞാൻ പച്ചക്കറി ഫ്രൂട്ട്സ് എല്ലാം കഴിക്കണം. മോളെന്താ ചിന്തിച്ചിരിക്കണത്? മോള് നല്ല ത്രില്ലടിച്ചിരിക്കണം. ടൈം 9:50 അല്ല 9:15. ഇപ്പം തന്നെ അവിടെ പോയിട്ട് ഇങ്ങനെ നിൽക്കാൻ 9:40 പോയാൽ മതി. 9:20 ഇവിടുന്ന് ഇപ്പം ആര് ബസ് കയറാനുണ്ടാവില്ലേ? മോൾക്കാ അവളുണ്ടാവൂലേ? അവള് മോളെ ക്ലാസ്സിലല്ലേ? അവള് മോളെ ക്ലാസ്സിലല്ലേ? അപ്പം ഇനി കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്നിട്ട് കാണാട്ടോ. ഇനി സ്കൂൾ വിട്ട് വന്നാലേ വീഡിയോ എടുക്കോ? എടുക്കണല്ലേ. അപ്പം എന്താണെന്നൊക്കെ അറിയാലേ. ഇന്ന് പിന്നെ മിഠായി ഉണ്ടാവും, ലഡു ഉണ്ടാവും, പായസം ഉണ്ടാവോ? ഉണ്ടാവോ? അടിപൊളിയാണ്. ഇന്ന് സ്കൂൾ പോകുമ്പോൾ നല്ല രസമാണല്ലേ. ക്ലാസ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാ, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ. സ്കൂൾ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കണ്. പോവാനിട്ട് അവർ. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മിയല്ലേ ഇറങ്ങി ഇങ്ങോട്ട് നോക്കാം 3 ആള്.
ഇപ്പം ഇവിടാണ് കേട്ടോ നേരാണ് ബസ് വരൽ. വേഗം വരുന്നോട്. കണ്ടില്ല, ഇവിടാണ് ബസ് വരൽ. ഇത്രയും ദൂരമുള്ള നമ്മളിവിടുന്ന് വീട്ടിൽ നിന്ന്. ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോയി. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം റെഡിയാക്കണം. ഒക്കെ വലയിടാൻ വേണ്ടിയിട്ട് പോയിട്ടാ. അപ്പം ഇനി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് എന്താ പറയുക ഭക്ഷണമൊക്കെ റെഡിയാക്കാം. ഇനിയിപ്പോൾ കുട്ടികളൊക്കെ പോയാൽ എന്താ പറയുക ഒറ്റക്കായ പോലെ ആവും. അവരുണ്ടാകുമ്പോഴൊരു ഹരാണ്. ഇനിയിപ്പോൾ ഉച്ചൻ്റെ ശേഷം 2:30 സ്കൂൾ വിടുമെന്ന് അറിയുന്നു. ഇനിയിപ്പോൾ നാളെ മുതൽ ഫുൾ ടൈം ഉണ്ടാവും വയ്ക്കാരം. 4:30 വരെ ഉണ്ടാവും വയ്ക്കാരം. രാത്രി കാക്കയും മോനായിട്ട് ഇവിടെ ഇരുന്നങ്ങാണ്ട് പുസ്തകമൊക്കെ പൊതിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയോണ്ട് ടെസ്റ്റും നോട്ടൊക്കെ പൊതിയാണ്. ഒരട്ടി പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നോട്ട് പുസ്തകമാണ് കേട്ടോ. ഇനിയിപ്പോൾ ടെസ്റ്റൊക്കെ ഉണ്ട് പൊതിയാൻ. അപ്പോൾ ഇത്രയും പൊതിയൊക്കെ വാങ്ങിന്. ഇനിയിപ്പോൾ ഇത് ടെസ്റ്റ് പൊതിയാനുള്ള പൊതികളാണ് കേട്ടോ. അപ്പോൾ ഇതാ ടെക്സ്റ്റ് ബുക്കൊക്കെ ഇന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഡേ തന്നെ കിട്ടിയിട്ടുണ്ട് പുസ്തകങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഒരട്ടി നോട്ട് ബുക്ക് വേറെയുണ്ട് പൊതിയാൻ. ഉണ്ടല്ലേ. നല്ല വൃത്തിയുള്ള നോട്ട് ബുക്ക്. ഇത് നല്ല റേറ്റ് കുറവിലാണ് കേട്ടോ ഈ നോട്ട് പുസ്തകമൊക്കെ കിട്ടിയത്. ഞങ്ങളിവിടെ മാവേലി തിരൂര് ത്രിവേണി എന്ന് പറഞ്ഞൊരു കട ഉണ്ട്. അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ 4 ആളുടെ ടെസ്റ്റൊക്കെ പൊതിയല്ലേ. അപ്പോൾ നോട്ട് ബുക്കൊക്കെ ഏകദേശം അതിന് ഇനിയിപ്പോൾ ഇത്രയും നോട്ട് ബുക്കുള്ളൂ പൊതിയാനായി. ഇപ്പോൾ സ്കൂളിൽ പഠിത്തമൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇതൊക്കെ ഒന്ന് പൊതിഞ്ഞ് സെറ്റാക്കണം.